പത്തനംതിട്ടയിൽ കായിക താരമായ ദളിത് പെൺകുട്ടിക്ക് 5 വർഷത്തിനിടെ 62 പേരിൽ നിന്നും പീഡനമേറ്റതായുള്ള വാർത്ത അതീവ ഗൗരവമുള്ളതും ഖേദകരമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പീഡന വിവരം പുറത്തുവന്ന ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇതുവരെയും മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലൂടെ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ സമയം നൽകി അവസരമൊരുക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അതിജീവിതയ്ക്ക് അടിയന്തരമായ ആവശ്യമായ കൗൺസിലിംഗ് അടക്കമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും മികച്ച ചികിത്സയും സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഉറപ്പാക്കണമെന്നും സുരേഷ് എം.പി. ആവശ്യപ്പെട്ടു. പത്തനംതിട്ടയിൽ കായിക താരമായ ദളിത് പെൺകുട്ടിക്ക് 5 വർഷത്തിനിടെ 62 പേരിൽ നിന്നും പീഡനം ഏറ്റതായുള്ള വാർത്ത അതീവ ഗൗരവമുള്ളതും ഖേദകരവുമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പറഞ്ഞു. പീഡന വിവരം പുറത്തുവന്ന ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇതുവരെയും മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ സമയം നൽകി അവസരം ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ. 5 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും പീഡന വിവരം പുറത്തു വന്നില്ല എന്നത് കേസിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നതായും എം.പി. പറഞ്ഞു. അതിജീവിതയ്ക്ക് അടിയന്തരമായി ആവശ്യമായ കൗൺസിലിംഗ് അടക്കമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും മികച്ച ചികിത്സയും സർക്കാർ ഉറപ്പാക്കണം. വളരെ സങ്കീർണമായ കേസിൽ മുഴുവൻ പ്രതികളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിന് സമഗ്രമായ പഴുതടച്ചുള്ള അന്വേഷണം ആവശ്യമാണ്. ഒരു കേസിൽ തന്നെ ഇത്രയധികം പ്രതികൾ ഉണ്ടാവുന്നതും അത്യപൂർവമാണ്. ഈ ഘട്ടത്തിൽ അതിജീവിതയ്ക്കും കുടുംബത്തിന് നേരെ ഭീഷണിയോ ആക്രമണങ്ങളോ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. ഇതിനാൽ തന്നെ സംസ്ഥാന സർക്കാർ അതിജീവിതയ്ക്കും കുടുംബത്തിനും ആവശ്യമായ സുരക്ഷ ഏർപ്പെടുത്തണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പറഞ്ഞു. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ യുവതികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വാളയാറിലും വണ്ടിപ്പെരിയാറിലും അടക്കം പ്രതികൾക്ക് രക്ഷപ്പെടാൻ തരത്തിലുള്ള നിസ്സംഗത സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും പുലർത്തിയതിനാൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുറ്റവാളികൾക്ക് തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിന് പ്രചോദനം ഉണ്ടാകുകയാണെന്നും എം.പി. പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര.